ട്രംപിന്റെ ഇറക്കുമതി തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ കനത്ത നഷ്ടം നേരിടുകയാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സും നിഫ്റ്റിയും വൻ ഇടിവിലാണ് ഇന്ന് വ്യാപാരം തുടരുന്നത്. ഉമൈബാൻ നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമൈബാൻ, സെൻസെക്സ് വ്യാപാരം തുടങ്ങിയത് തന്നെ 600 പോയിന്റ് ഇടിവിലാണ്. വലിയ രീതിയിൽ മണിക്കൂറുകൾ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരാനുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഓഹരി വിപണികൾ ഈ ഒരു പ്രതിസന്ധിയോട് പ്രതികരിക്കുന്നത്? ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഇടിവിലാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന്, അതായത് ട്രംപിന്റെ ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ 25% മുതൽ അത് വിപണിയിൽ കാര്യമായിട്ട് നെഗറ്റീവായിട്ട് പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ അത് അതുപോലെ തന്നെ തുടരുന്നു എന്നാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് വരുന്ന സൂചനകൾ നൽകുന്നത്. ഇപ്പോൾ ഇതാ നോക്കൂ, സെൻസെക്സിലാണെങ്കിൽ 576 പോയിന്റ് ഇടിഞ്ഞ് 80,905-ലും, അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ 174 പോയിന്റ് ഇടിഞ്ഞ് 24,680-ലുമാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആഘാതമാണ് ഇത് ഈ തീരുവ പ്രഖ്യാപനത്തോടുകൂടി, ട്രംപിന്റെ പ്രഖ്യാപനത്തോടുകൂടി ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സൂചികകൾ 1.25% ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മെറ്റൽ, ഫാർമ, ഇതിനെല്ലാം ടോട്ടൽ ഒരു 16 മേഖലകളെ ഈ തീരുവ പ്രഖ്യാപനം വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഓഹരി വിപണി തകർന്നുകൊണ്ടാണ്, തകർച്ചയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്.